നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം ആണവ ഭീഷണി ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. സംസ്ഥാനത്തും വർണ്ണാഭമായ ചടങ്ങുകളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. മറ്റു ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, കൂട്ടായ്മകൾ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ നടന്നു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് അവധി പ്രഖ്യാപനം. പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ CSI സഭ കൊച്ചി മഹാ ഇടവകയുടെ ബിഷപ്പായി റവറൻ കുര്യൻ പീറ്റർ സ്ഥാനമേറ്റു. എറണാകുളം ബ്രോഡ്വേയിലെ ഹോളി ഇമ്മാനുവൽ CSI കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് CSI മോഡറേറ്റർ മോസ്റ്റ് റവറൻ ഡോക്ടർ റൂബൻ മാർക്ക് കാർമ്മികത്വം വഹിച്ചു. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 1.40 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് മുൻപേ ചോർന്നൊലിക്കുന്നു. നിലവിലെ കെട്ടിടം സ്ഥലപരിമിതി മൂലം വീർപ്പ് മുട്ടുകയാണെങ്കിലും ചോർച്ച കാരണം പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിയാത്ത അവസ്ഥ. വാർത്തകൾ വിശദമായി. 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ആണവ ഭീഷണി ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി. ഭീകരരും അവരെ സംരക്ഷിക്കുന്നവരും മാനവികതയുടെ ശത്രുക്കളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സിന്ധു നദീജല കരാറിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യയിലെ ജലം ഇവിടത്തെ കർഷകർക്കുള്ളതാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂരിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് മോദി ആദരമർപ്പിച്ചു. നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് ശക്തമായ മറുപടി നൽകിയെന്നും അവരെ പിന്തുണയ്ക്കുന്നവർക്കും തക്ക ശിക്ഷ നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ആണവ ഭീഷണി തുടർന്നാൽ സായുധ സേന സ്വന്തം ലക്ഷ്യങ്ങൾ തീരുമാനിക്കും. അവ നടപ്പിലാക്കുന്നത് സർക്കാർ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെ മുൻനിർത്തി രാജ്യ തലസ്ഥാനം അതീവ സുരക്ഷാ വലയത്തിലായിരുന്നു. സുരക്ഷയുടെ ഭാഗമായി 20,000-ഓളം പോലീസ് അർദ്ധസൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ അസാധാരണ പ്രയാണത്തിന്റെ 79 വർഷങ്ങൾ. സർവ്വവൈവിധ്യങ്ങളെയും നെഞ്ചിലേറ്റിക്കൊണ്ട് രാഷ്ട്ര പുരോഗതിക്കായി ഒന്നായി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ സ്വാതന്ത്ര്യദിനവും. വർഷത്തോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ച് 1947 ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത്. വെള്ളിത്തളികയിൽ വെച്ച് നീട്ടിയതല്ല നമ്മുടെ സ്വാതന്ത്ര്യം. നൂറ്റാണ്ടിലധികം നീണ്ട സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം സ്വതന്ത്രമായത്. ഭിന്നിച്ചു നിന്നിരുന്ന അനേകം നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് നമ്മുടെ ദേശം രൂപമെടുത്തത്. ഇത്രയധികം വംശവിഭാഗങ്ങൾ ഇടകലർന്ന, പരസ്പരം മനസ്സിലാക്കാത്ത ഭാഷകളുള്ള, വ്യത്യസ്ത ഭൂപ്രകൃതിയും കാലാവസ്ഥയുമുള്ള, മതങ്ങളുടെയും സാംസ്കാരിക ആചാരങ്ങളുടെയും വൈവിധ്യമുള്ള, സാമ്പത്തിക വികസന മാനതകളുള്ള രാജ്യം ഇന്ത്യ പോലെ മറ്റൊന്നുണ്ടാകില്ല. എന്നാൽ കേവലം വൈരുദ്ധ്യങ്ങളുടെ ആകെത്തുക എന്നതിനേക്കാൾ അപ്പുറമാണ് ഇന്ത്യ എന്ന ആശയം. ഇന്ത്യ അദൃശ്യമായ ചരടുകളാൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. മിഥ്യയോ സങ്കല്പമോ സ്വപ്നമോ ഭാവനയോ എന്തുമാകട്ടെ, ഇന്ത്യ യഥാർത്ഥവും കാലികവും ആഴമുള്ളതുമാണ് എന്നായിരുന്നു നെഹ്റു രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. എല്ലാ വൈവിധ്യങ്ങളെയും ആഘോഷിച്ചുകൊണ്ട് ഇന്ത്യ എന്ന ആശയത്തിലും ജനാധിപത്യം, മതനിരപേക്ഷത, സ്ഥിതി സമത്വം എന്നീ അടിസ്ഥാന ആവശ്യങ്ങളിലും ഊന്നിക്കൊണ്ട് ശോഭനമായ നാളെകളെ സ്വപ്നം കാണാനാണ് രാജ്യശില്പികൾ നമ്മോട് പറഞ്ഞത്. എന്നാൽ നാൾക്കുനാൾ ഇല്ലാതാകുന്ന പൗരസ്വാതന്ത്ര്യ നിഷേധത്തിന്റെ വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ഭരണകൂടത്തിന്റെ നയങ്ങളോടും പ്രവൃത്തികളോടും വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാൻ, ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധിക്കാൻ
ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും സ്വേച്ഛ അനുസരിച്ച് ആരാധന നിർവഹിക്കാനും ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കാനും കൂടെ ജീവിക്കാനും മറ്റൊരാളെയോ സംവിധാനത്തെയോ ഭയക്കാതെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ 8 പതിറ്റാണ്ടുകൾക്കിപ്പുറം നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. മുന്നോട്ടു കുതിക്കേണ്ട ലോകത്ത് എന്തിന്റെ പേരിൽ തന്നെയായാലും രാജ്യത്തെ പിന്നോട്ടു വലിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നാം പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മനസ്സുകളെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജനതയുടെ സാഹോദര്യത്തെയും ഐക്യത്തെയും ഇല്ലാതാക്കുന്നവരുടെ കുതന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. രാജ്യചരിത്രത്തോടും ചരിത്രശില്പികളോടും നീതി പുലർത്തേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ സംസ്ഥാനവും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തിയ ശേഷം അഭിവാദ്യം സ്വീകരിച്ചു. മറ്റു ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ AN ഷംസീർ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിരുന്നത്. വിവിധങ്ങളിലായി നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ വിശദാംശങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിൻ ഈ വാർത്തയ്ക്ക് ശേഷം സംപ്രേഷണം ചെയ്യും. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് അവധി പ്രഖ്യാപിച്ചത്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ, CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ലെന്നും കളക്ടർ അറിയിച്ചു. ജില്ലയിൽ വെള്ളിയാഴ്ച മഞ്ഞ മുന്നറിയിപ്പ് തുടരും. എന്നാൽ ശനി, ഞായർ ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ വെള്ളിയാഴ്ച രാത്രി 9 മണിവരെ ഇടത്തരമോ ശക്തമായതോ ആയ മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കിയ ആളുകൾ സുരക്ഷിത മേഖലയിൽ തുടരണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. CSI സഭ കൊച്ചി മഹാ ഇടവകയുടെ ബിഷപ്പായി റവറൻ കുര്യൻ പീറ്റർ സ്ഥാനമേറ്റു. പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങിലായിരുന്നു സ്ഥാനാരോഹണം. എറണാകുളം ബ്രോഡ്വേയിലെ ഹോളി ഇമ്മാനുവൽ CSI കത്തീഡ്രലിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സ്ഥാനാരോഹണ ശുശ്രൂഷകൾ. CSI മോഡറേറ്റർ മോസ്റ്റ് റവറൻ ഡോക്ടർ റൂബൻ മാർക്ക് കാർമ്മികത്വം വഹിച്ചു. നിരവധി മെത്രാപ്പോലീത്തമാർ, വൈദികർ, സഭാവിശ്വാസികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രാർത്ഥന നിർഭരമായ ശുശ്രൂഷകൾ നടന്നത്. ബിഷപ്പ് മലയിൽ സാബു കോശി നേതൃത്വം നൽകി. Do now ordain and consecrate bishop in your church. Let's all say together, Amen. മഹാ ഇടവകയിലെ സീനിയർ വൈദികനും ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് CSI പള്ളി വികാരിയും അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻസ് ഡയറക്ടറുമാണ് കൊച്ചി മഹാ ഇടവകയുടെ ബിഷപ്പായി സ്ഥാനമേറ്റ കടവന്ത്ര സ്വദേശിയായ റവറൻ കുര്യൻ പീറ്റർ. വിദ്യാഭ്യാസത്തിനും വൈദിക പഠനത്തിനും ശേഷം 1999 ഡീക്കനായും 2000 വൈദികനായും അഭിഷിക്തനായി. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ, സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി, കൊച്ചി തുറമുഖ ചാപ്ലയൻ, CSI കൗൺസിലിംഗ് സെന്റർ ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ച അദ്ദേഹം കാൽനൂറ്റാണ്ടിനിടെ മെൽബൺ അടക്കമുള്ള വിവിധ പള്ളികളിൽ വികാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. Have received to be a bishop in the church of God. Give heed to your reading, exhortation and teaching. Think upon the things contained in this book. Give yourself wholly to them, that the increase coming thereby may be manifest unto all people. പരേതരായ KJ പീറ്ററിൻ്റെയും ആലിയമ്മ പീറ്ററിൻ്റെയും മകനാണ്. സ്മിത മേരി മാത്യുവാണ് ഭാര്യ. കൃപ എൽസ, കേഫ എന്നിവർ മക്കളാണ്.
ചൊവ്വലൂർ പടിയിൽ കെട്ടിട നിർമ്മാണത്തിനെത്തിച്ച ലോറി സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. വെള്ളിയാഴ്ച കാലത്താണ് കെട്ടിട നിർമ്മാണത്തിനെത്തിച്ച ബൾക്ക് സിമന്റ് ടാങ്കർ ലോറി കാനയിലേക്ക് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. 2 ക്രെയിനുകൾ എത്തിച്ചാണ് ലോറി ഉയർത്തിയത്. സ്കൂട്ടറിൽ ബസ്സിടിച്ച് പിൻസീറ്റിൽ യാത്ര ചെയ്തിരുന്ന 11-കാരനെ കാലിന് പരിക്കേറ്റു. കരിക്കാട് പൊന്നാനങ്കാട് ഇസഹാക്ക് മകൻ മുഹമ്മദ് സിനാനാണ് പരിക്ക്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സുദേവ് ബസ്സാണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ചത്. ബസിന്റെ ഇടതുഭാഗത്ത് റോഡിന് വശത്തായി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ യാത്രക്കാരനെ ബസ് ഡ്രൈവർ കാണാത്തതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ബസിന്റെ ഇടതുഭാഗത്തെ മുൻചക്രം സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് ബസ് നിർത്തി. ഇതോടെ സ്കൂട്ടറിന്റെ പിൻഭാഗം ബസ്സിനടിയിൽപ്പെട്ടു. സിനാന്റെ പിതാവ് ഇസഹാക്കായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്നത്. സംസ്ഥാന പാതയിൽ തകർന്ന റോഡിൽ പപ്പായ തൈ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. പാറമ്പാടം അയ്യപ്പത്ത് റോഡിന് സമീപമാണ് റോഡിലെ കുഴിയിൽ പപ്പായ തൈ നട്ടത്. റോഡിലെ കുഴിയിൽ ചാടി ഒട്ടേറെ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. സംസ്ഥാന പാതയിൽ റോഡ് നവീകരണം വൈകുന്നത് മൂലം യാത്രക്കാർ വലയുകയാണ്. റോഡിലെ കുഴികളിൽ വീണ് ഒട്ടേറെ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവാവുകയാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതേ തുടർന്നാണ് നാട്ടുകാർ പപ്പായ തൈ നട്ട് പ്രതിഷേധിച്ചത്. പാവർട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലിക്ക് കൊടിയേറി. രാവിലെ ദിവ്യബലിക്ക് ശേഷം തീർത്ഥകേന്ദ്രം ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. ജൂബിലി വർഷത്തിൽ വിവിധ പരിപാടികളും പുതിയ സേവന രംഗങ്ങളും പ്രാവർത്തികമാക്കാനും ദേവാലയ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും തീരുമാനിച്ചതായി തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി വിൽസൺ നീലങ്കാവിൽ, ട്രസ്റ്റി OJ ഷാജൻ, KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, കൺവീനർ TJ ചെറിയാൻ, PRO റാഫി നീലങ്കാവിൽ എന്നിവർ അറിയിച്ചു. ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സീനിയർ CLC വനിതാ വിഭാഗം പള്ളിനടയിൽ മാർഗം കളി അവതരിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിലും കലാകായിക മേഖലകളിലും കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മികവ് 2025 പുരസ്കാര വിതരണ ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. പാഠ്യേതര മേഖലകളിൽ മികവ് പുലർത്തുന്ന മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കടങ്ങോട് പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂൾ, മണ്ടമ്പറമ്പ് ഗവൺമെന്റ് സ്കൂൾ, ചിറമനങ്ങാട് കോൺകോട്ട് സ്കൂൾ, എയ്യാൽ നിർമ്മലമാത സ്കൂൾ എന്നിവയ്ക്ക് പുരസ്കാരങ്ങൾ നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, മെമ്പർ KK മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, ബീന രമേശ്, TP ലോറൻസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി എന്നിവർ സംസാരിച്ചു. മെമ്പർമാരായ CV സുഭാഷ്, ജോളി തോമസ്, KR സിമി, ശശിധരൻ, ടെസി ഫ്രാൻസിസ്, മൈമുന ഷബീർ, രമ്യ ഷാജി എന്നിവർ നേതൃത്വം നൽകി. വികസനം എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നത് റോഡ്, പാലം, അങ്ങനെയുള്ള കെട്ടിടങ്ങൾ, അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് വികസനം എന്നാണ്. അത് ശരിയാണ്, ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ അത് മാത്രമല്ല വികസനം, അല്ലെങ്കിൽ വികസനത്തിൻ്റെ പ്രഥമഘട്ടവും അതല്ല. യഥാർത്ഥത്തിൽ വേണ്ടത് നല്ല തലമുറയാണ്. വളർന്നു വരുന്ന ധാരണയുള്ള, ചിന്താശേഷിയുള്ള, ധൈഷണിക ശേഷിയുള്ള നല്ല തലമുറ. കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി ചെറുപാലത്ത് മഹീന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും നടന്നു. തുടർന്ന് ഔഷധക്കൂട്ടുകൾ ചേർത്ത് പ്രത്യേകം തയ്യാറാക്കിയ ചോറുരുള കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ, ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, കൊളക്കാടൻ കുട്ടികൃഷ്ണൻ, പാർലൂർ നന്ദൻ, വലിയ പുരക്കൽ സൂര്യൻ എന്നീ ആനകൾക്ക് നൽകി തുടക്കം കുറിച്ചു. തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. വൈകിട്ട് മഹാഭഗവസേവ, ശനിയാഴ്ച വിശേഷൽ പൂജകൾക്ക് ശേഷം രാമായണ മാസാചരണം സമാപിക്കും. 17 മുതൽ 12 ദിവസം നീളുന്ന അങ്കൂലിയാങ്കം കൂത്ത് നടക്കും. കോരിച്ചൊരിയുന്ന മഴയത്തും നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ 101-ാം സ്ഥാപന തിരുനാളും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടായിരുന്നു തിരുനാൾ ആഘോഷം. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനകൾ നടന്നുവരികയാണ്.
വ്യാഴാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ വളയും വിശുദ്ധന്റെ കുരിശും യൂണിറ്റുകളിലേക്ക് വെഞ്ചരിച്ച് നൽകി. കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വീടുകളിലേക്ക് അമ്പ് പ്രദക്ഷിണം നടത്തി. രാത്രി 10 മണിയോടെ വളയും കുരിശും ദേവാലയത്തിലെത്തി സമാപിച്ചു. തുടർന്ന് സംയുക്ത ബാൻഡ് മേളവും അരങ്ങേറി. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറൂക്കി മുഖ്യ കാർമ്മികനായ ദിവ്യബലിക്ക് ശേഷം 9:30 കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ഡയറക്ടർ ഫാദർ വിജോ മുഖ്യ കാർമ്മികനായ ആഘോഷമായ പാട്ടുകുർബാനയുണ്ടായി. ഡീപോൾ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നെടിയേടത്ത് തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് കൂനമുച്ചി സെന്ററിലേക്ക് ഭക്തി നിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. വൈകിട്ട് 7-ന് KLM സംഘടനയുടെ നേതൃത്വത്തിൽ ഗാനമേളയോടെ തിരുനാളിന് സമാപനമായി. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ PK ജാക്സൺ, PV തോമസ്, TL ജോൺസൺ, MP സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം നാട്യവേദ സെന്ററിന്റെ രഥജൂബിലിയുടെ ഭാഗമായി ഗുരുവായൂർ നൃത്തോത്സവത്തിന് തുടക്കമായി. പ്രഥമ നാട്യവേദ പുരസ്കാരം പത്മ സുബ്രഹ്മണ്യത്തിന് വേദിയിൽ സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടിയാണ് നൽകിയത്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. കലാവിജയൻ, KP ഉദയൻ, നാട്യവേദി പ്രസിഡന്റ് K വിജയചന്ദ്രൻ, സുരേന്ദ്രൻ കണ്ണാത്ത്, നൃത്തോത്സവ ക്യൂറേറ്റർ വിനോദ് മങ്കര, നാട്യവേദ സെക്രട്ടറി സുന്ദർ മേലയിൽ, പത്മകുമാർ, കലാമണ്ഡലം സോണി എന്നിവർ സംസാരിച്ചു. മാളവിക മേനോൻ, ഡോക്ടർ നീന പ്രസാദ് എന്നിവരുടെ നൃത്തം അരങ്ങേറി. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ആരംഭിക്കുന്ന ചടങ്ങ് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഗായത്രി മധുസൂദനൻ, ഡോക്ടർ സുനന്ദ നായർ എന്നിവരുടെ നൃത്തവും അരങ്ങേറി. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 1,40,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് മുൻപേ ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ്. നിലവിലെ കെട്ടിടം സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണെങ്കിലും ചോർച്ച കാരണം പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെയുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ച് 2019 ജനുവരിയിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ബ്ലോക്ക് പഞ്ചായത്തിലെ അന്നത്തെ ഭരണസമിതിയാണ് 3 നില കെട്ടിടത്തിന് 3 കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ വകയിരുത്തി. താഴത്തെ നിലയുടെ നിർമ്മാണം കഴിയുന്ന മുറയ്ക്ക് തുടർ വർഷങ്ങളിൽ പണം വകയിരുത്താനായിരുന്നു തീരുമാനം. 2020 കെട്ടിടത്തിന്റെ ആദ്യ നില പൂർത്തിയാക്കിയത്. ഇതിൽ പെയിന്റിംഗ്, ഫ്ലോറിംഗ്, പ്ലംബിംഗ്, ശുചിമുറി നിർമ്മാണം, ഫർണിച്ചർ വർക്ക് എന്നിവ ചെയ്തിരുന്നില്ല. പിന്നീട് ആർദ്രം പദ്ധതിയിൽ 40 ലക്ഷം രൂപ വകയിരുത്തിയാണ് 2023-24 ഇതെല്ലാം പൂർത്തീകരിച്ചത്. പിന്നീടാണ് കെട്ടിടത്തിന്റെ ചുമരിലും സീലിംഗിലും ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനാൽ ഇവിടേക്ക് വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല. PWD ആണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ചുരുങ്ങിയ സ്ഥല സൗകര്യം മാത്രമുള്ള കെട്ടിടത്തിലാണ് നിലവിൽ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. OP, ദന്താരോഗ്യ വിഭാഗം, കണ്ണുപരിശോധനാ വിഭാഗം, ലാബ്, ഫാർമസി, പൊതുജനാരോഗ്യ വിഭാഗം ഓഫീസുകൾ, സെക്കൻഡറി പാലിയേറ്റീവ്, പ്രൈമറി പാലിയേറ്റീവ്, കോൺഫറൻസ് ഹാൾ, നഴ്സിംഗ് ഓഫീസ് തുടങ്ങിയവയെല്ലാം പഴയ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കുന്നുകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയുടെ നെപ്പൻസ് റോഡിലുള്ള സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ ശൂനായു പെരുന്നാൾ ആചരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, മധ്യസ്ഥ പ്രാർത്ഥന, ആശീർവാദം, നേർച്ച. വെള്ളിയാഴ്ച രാവിലെ 6:15 പ്രഭാത നമസ്കാരം, 7 മണിക്ക് വിശുദ്ധ കുർബാന, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോസഫ് ജോസ്, കൈസ്ഥാനി TM വർഗീസ്, സെക്രട്ടറി P സിൻജു സജിൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാനരചയിതാവും കവിയുമായ RK ദാമോദരനെ പിറന്നാൾ ദിനത്തിൽ മമ്മിയൂർ ക്ഷേത്ര സന്നിധിയിൽ ആദരിച്ചു. മേളകുലപതി കല്ലൂർ രാമൻകുട്ടി മാരാർ പൊന്നാട അണിയിച്ചു. മമ്മിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ S ഷാജി അധ്യക്ഷനായി. മമ്മിയൂർ മേൽശാന്തി രുദ്രൻ നമ്പൂതിരി, സജീവൻ നമ്പിയത്ത്, ബാബു ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. NCPS കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കാരുണ്യദീപം ക്യാമ്പയിൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ആലിസ് തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CL ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. NMCS അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M പത്മിനി ടീച്ചർ, NCPS സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം EA ദിനമണി, വിശാലാക്ഷി മല്ലിശ്ശേരി, വാർഡ് കൗൺസിലർ പ്രവീണ ഭവീഷ്, NCPS ജില്ലാ ജനറൽ സെക്രട്ടറി TG സുന്ദർലാൽ, ബ്ലോക്ക് പ്രസിഡന്റ് MM അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. അരിവിതരണം, മികച്ച വിജയം കൈവശമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം എന്നിവയും ഉണ്ടായിരുന്നു.
ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് അഡോളസെന്റ് ആൻഡ് കൗൺസിലിംഗ് സെൽ അമല ആശുപത്രിയുമായി സഹകരിച്ച് ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കായി പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണവും പ്രഥമ ശുശ്രൂഷ കിറ്റ് വിതരണവും നടത്തി. കുന്നംകുളം ബെദനി സെന്റ് ജോൺസ് സ്കൂളിൽ നടത്തിയ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ പ്രഥമ ശുശ്രൂഷ കിറ്റ് വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് ഒ.ഐ.സി അധ്യക്ഷനായ യോഗത്തിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജയറാം സന്തോഷ്, സൗഹൃദ ക്ലബ് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ ജി പ്രിയ, ട്രെയിനർ കെ മിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അമല ആശുപത്രിയിലെ ഡോക്ടർ ഡിനു ആതിര പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് M.K. കുഞ്ഞാവറു അധ്യക്ഷനായി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം T.K. വാസു പുരസ്കാര വിതരണം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, ചൂണ്ടൽ ഗ്രാമീണ വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, വൈസ് പ്രസിഡന്റ് P. ബാലചന്ദ്രൻ, കുമാരി വൈഗ എന്നിവർ സംസാരിച്ചു. വായനശാല അംഗങ്ങൾ, അവരുടെ മക്കൾ, ചൂണ്ടൽ പഞ്ചായത്തിലെ 1-2 വാർഡുകളിലെ താമസക്കാർ എന്നിവരിൽ നിന്ന് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ ചൂണ്ടൽ ഗ്രാമീണ വായനശാലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് സമ്മാനർഹരായ EU കൃഷ്ണവേണി, K ജയപ്രകാശ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കാരണം വെച്ചാൽ വായന എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മഹത്തരമായിട്ടുള്ള കാര്യമായി വരുന്നത് മനുഷ്യൻ കൂടുതൽ നവീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വായന ഒരു മനുഷ്യനെ പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട്, ഒരു നദിയിൽ ഒരാൾക്ക് ഒരു തവണയെ ഇറങ്ങാനാവൂ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നദിയുടെ പേരുള്ള നദി എന്നല്ല, ആ വെള്ളമുള്ള നദി എന്നുള്ളതാണ്. ആ വെള്ളം ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോയി, പിന്നെ മറ്റൊരു വെള്ളമാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പുസ്തകം വായിച്ചു കഴിയുന്നതിന് മുമ്പുള്ള, ഒരു പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്നതിന് മുമ്പുള്ള മനുഷ്യൻ അല്ല പിന്നെ അത് വായിക്കും കഴിയുമ്പോഴും ഉള്ളത്. വോട്ടർ പട്ടിക അട്ടിമറിയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. DCC സെക്രട്ടറിയായ അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് VK ഫസലുൽ അലി അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നാലാങ്കലിൽ സമാപിച്ചു. നേതാക്കളായ NMK നബിൽ, ഉമ്മർ മുക്കണ്ടത്ത്, ഹസൻ വടക്കേക്കാട്, സാബു പൂക്കോട്, സുബൈദ പാലക്കൽ, മൂസ ആലത്തയിൽ, P. രാജൻ, സലീൽ അറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം 1000 സൗജന്യ പ്രതിരോധ ഔഷധ കിറ്റ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, റീന വർഗീസ്, സ്വപ്ന പ്രദീപ്, NP അജയൻ, മാഗി അലൂഷ്യസ്, PM സജി, KB ബബിത, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ആനയൂട്ട് നടക്കും. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ഗജഘോഷയാത്ര, തൃപ്പുത്തരി എന്നിവയും ഉണ്ടാകും. രാവിലെ 7:30 ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഗജഘോഷയാത്ര ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരാകും. ഞാറ്റുപുരം സെന്റ് ആന്റണീസ് പള്ളിയുടെ ആൽത്തറ സെന്ററിലുള്ള കപ്പേളയിൽ പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചു. പള്ളിയിൽ വിശുദ്ധ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം മാതാവിന്റെ രൂപവും കിരീടവും വഹിച്ചുള്ള ജപമാല പ്രദക്ഷിണവും, കപ്പേളയിൽ പ്രത്യേക പ്രാർത്ഥനയും നേർച്ച വിതരണവും ഉണ്ടായി. ഫാദർ ഡെന്നീസ് മാറോക്കി കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ സൈമൺ കൊള്ളനൂർ, ബെന്നി അടക്കളത്തൂർ, ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പൊർക്കളങ്ങാട് വട്ടിരിങ്ങൽക്കാവിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രമൂരാളൻ ഉബയൂർ എടമന മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാമായണ മാസാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വലിയ ഭഗവത് സേവയും നടന്നു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി PTA ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചു. കാപ്പിപ്പൊടിയച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ സ്വാഗതം പറഞ്ഞു. PTA ജനറൽ ബോഡി യോഗം ചേർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, ട്രസ്റ്റ് മെമ്പർ KG ധർമ്മരാജൻ,
PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ഐനപ്പുള്ളി, വൈസ് പ്രസിഡന്റ് KA ജതിൻ, അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല ഫ്രാൻസിസ്, സീനിയർ ഹെഡ്മിസ്ട്രസ് വസന്തകുമാരി, ഹെഡ്മിസ്ട്രസ് മഞ്ജുള രഘുപ്രദീപ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. കുന്നുകുളം കാണിപ്പയ്യൂർ ശ്രീ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണത്തിന് സമാപനമായി. കാണിപ്പേർ മനയുടെയും മാതൃസമിതിയുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ കാണിപ്പേർ മനയിൽ KS രാജിയും സംഘവുമാണ് പാരായണം നടത്തിയത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,250 രൂപ, സ്വർണം പവന് 74,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചർമ്മം പോർക്കുളം ചേപ്പാട്ട് പറമ്പിൽ പാസ്റ്റർ രാഘവന്റെ ഭാര്യ കുഞ്ഞുഞ്ഞമ്മ നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ദി പെന്തകോസ്റ്റ് മിഷൻ സഭാ സെമിത്തേരിയിൽ നടന്നു. സുരേഷ്, ബിന്ദു, സിന്ധു എന്നിവർ മക്കളാണ്. ചാലിശ്ശേരിയിലെ പ്രമുഖ കോൺട്രാക്ടർ ആലിക്കര താമസിക്കുന്ന താന്നിക്കൽ സുരേന്ദ്രൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. ഷീബ ഭാര്യയും നവ്യ, തീർത്ഥ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. വാഗ കണ്ണഞ്ചേരി പരേതനായ രാജൻ ഭാര്യ വനജ നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ജയജിത്ത്, അഞ്ജലി, മഞ്ജുള എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ആണവ ഭീഷണി ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. സംസ്ഥാനത്തും വർണ്ണാഭമായ ചടങ്ങുകളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. മറ്റു ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, കൂട്ടായ്മകൾ തുടങ്ങിയവരുടെ ആഭിമുഖ്യത്തിലും ആഘോഷ പരിപാടികൾ നടന്നു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് അവധി പ്രഖ്യാപനം. പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ CSI സഭ കൊച്ചി മഹായിടവകയുടെ ബിഷപ്പായി റവറൻ കുര്യൻ പീറ്റർ സ്ഥാനമേറ്റു. എറണാകുളം ബ്രോഡ്വേയിലെ ഹോളി ഇമ്മാനുവൽ CSI കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് CSI മോഡറേറ്റർ മോസ്റ്റ് റവറൻ ഡോക്ടർ റൂബൻ മാർക്ക് കാർമ്മികത്വം വഹിച്ചു. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 1,40,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് മുൻപേ ചോർന്നൊലിക്കുന്നു. നിലവിലെ കെട്ടിടം സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണെങ്കിലും ചോർച്ച കാരണം പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിയാത്ത സ്ഥിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.